അപ്പോൾ ട്രിവാൻഡ്രം പെരുകാവിൽ 4 ബെഡ്റൂമുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു 2 നില വീട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുള്ള ഒരു വീടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 4 സെൻറ്റിലാണ് ഈ ഒരു വീട് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെയാണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷനിൽ എത്താൻ പറ്റും. നമുക്ക് ഇവിടുന്ന് മെയിൻ ബസ് റൂട്ടിലോട്ട് ഒരു 250 മീറ്ററാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ റോഡിലെത്താനുള്ള ഒരു ആക്സസ് വരുന്നത്. അത് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് എലിവേഷൻ കണ്ടോ, നല്ല ഭംഗിയായിട്ടൊരു എലിവേഷനാണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പിന്നെ തറ ഫുള്ളും തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ഗേറ്റുണ്ട്, കണ്ടോ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഒരു കാറ് നമുക്ക് സുഖമായിട്ട് ഇടാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്, കണ്ടോ നല്ല സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ ഒരു കാറ് സുഖമായിട്ട് ഇടാനുള്ളതുണ്ട്. അപ്പോൾ സൈഡിൽ ഫുള്ള് നമുക്ക് കണ്ടോ ഗ്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനുണ്ട്, സൈഡിൽ ഫുള്ള് നമ്മൾ വുഡൻ തീമിലാണ് ഇവിടെ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് ഡോറ് വരുന്നത്, ഫുള്ള് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡോറാണ്. താഴെ നമുക്ക് കട്ടള വരുന്ന ടൈപ്പാണ് നമുക്ക് ഈ ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഇതായി കാണുന്നത് ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ 18x13 ഡയമെൻഷനാണ് നമുക്ക് പോയി കാണുന്ന ലിവിങ് ഏരിയ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് വരുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റ് ഫുള്ള് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാക്കിൽ PVC പാനലാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ വാളിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ നമ്മൾ സ്റ്റെയർ കയറുന്നതിൻ്റെ താഴെ നമുക്കിവിടെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 13 ഡയമെൻഷനിൽ നമുക്കിവിടെ ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് നമുക്കൊരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ മിററൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് PVC പാനലാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നോക്കാം. ഈ ഭാഗത്ത് ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കയറുന്ന ഭാഗത്ത് നമുക്കൊരു വുഡൻ തീമിൽ കിച്ചൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ടൈലെല്ലാം നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ ഇവിടെ തറയിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണെല്ലാം നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചനാണ്. ഫുള്ള് തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിവിടെ കബോർഡ്സ് എല്ലാം വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ടൊരു സിങ്ക് വരുന്നുണ്ട്, കണ്ടോ ഇതാണ് ഇവിടുത്തെ സിങ്ക് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചൺ നമുക്ക് 12x13 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, നല്ല സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ സീലിംഗ് വർക്ക് ഉണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്ക്. പ്രൊഫൈൽ ചാനൽ സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ റൂം നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു ലിവിങ് ഏരിയ 13x12 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ളതാണ്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗാണ് സീലിംഗ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സൈഡിൽ ടെക്സ്ചർ വർക്കാണ് ഈ സൈഡ് ചുമരിൽ കൊടുത്തിട്ടുള്ളത്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ടോ, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 4 ഡോറ് വലിയ ഡോറും താഴെ നമുക്കൊരു 3 ഡോറും കൂടെ വരുന്ന കണക്കിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുള്ളും തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡോർ എല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് തറയിൽ ഗ്രിപ്പിംഗ് ഡെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് PVC ഡോറാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോൾ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മിറർ നമുക്ക് അകത്ത് സ്റ്റോറേജ് വരുന്ന ഒരു കണക്കിനുള്ളിലുണ്ട്. താഴെ ഒരു സിങ്ക് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഗ്രിപ്പിംഗ് ഡെയിലൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമുക്ക് ഇവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറിക്കണം. നമുക്കപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് ഈ മുകളിലോട്ട് പോകാം. വുഡിൽ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ സൈഡിലത്തെ ഹാൻഡിൽസ് വരുന്നത്, വുഡ് ആൻഡ് സ്റ്റീൽ. പിന്നെ നമുക്ക് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഉണ്ട് ഈ ഭാഗത്ത് ഫുള്ള് നമുക്കൊരു വാളാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ അവിടെ ഒരു ഫാൻസി ലൈറ്റ് നമുക്ക് ഹാങ്ങിങ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് തറയിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നമുക്ക് സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത്. ഇനി മുകളിൽ കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് 13x8 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. മുകളിൽ ഫുള്ളും തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്ക് സീലിങ്ങിൽ വരുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് കയറിയാണ് വന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂം, ഒരു ബെഡ്റൂം ഇവിടെ, ഒരു ബെഡ്റൂം ഇവിടെ, ഒരു ബെഡ്റൂം ഇവിടെ, അങ്ങനെയാണ് അറേഞ്ചിട്ടുള്ളത്. അപ്പോൾ ബാൽക്കണിയിലോട്ട് പോകുന്ന സ്പേസ് ഇതാ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഓരോ ബെഡ്റൂം കയറിക്കണം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ 13x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വരുന്നത്. സൈഡിൽ ടെക്സ്ചർ വർക്ക് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സീലിംഗിൽ വരുന്നുണ്ട്. ഇത്രയും സ്പേസ് നമുക്കുണ്ട്. തറയിലെ ടൈൽ പാറ്റേൺ ഇതാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ഡെയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു മിറർ വരുന്നുണ്ട്, സിങ്ക് കൊടുത്തിട്ടുണ്ട്. ടൈൽ പാറ്റേൺ ഒക്കെ കണ്ടു, ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ ടൈലിൽ വിട്ടിട്ടുള്ളത്.
ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x13 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ ഇവിടെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്, ലൈറ്റിംഗ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ താഴെ കണ്ട അതേ ഒരു പാറ്റേണിലുള്ള ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തറയിൽ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. എല്ലാ സംഭവം വരുന്നുണ്ട്. നമ്മൾ താഴെ കണ്ട അതേ ഒരു കണക്കിനുള്ള മിറർ, സിങ്ക്, എല്ലാ സംഭവവും ഇവിടെയും വരുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 11x11 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇവിടെയും സീലിംഗ് വർക്ക് കുറച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോ, 2 ഭാഗത്ത് 2 വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ, PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മിറർ, സിങ്ക്, എല്ലാ സംഭവവും വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ ലാസ്റ്റ് ബാൽക്കണിയും കൂടെ കാണാം. ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ നമുക്ക് 20x6 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടോ, ഇവിടുത്തെ ഹാൻഡിൽസ് ഫുള്ളും തന്നെ സ്റ്റീലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഇത്ര ഏരിയ ഉണ്ട്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ലൈറ്റിംഗ് ഉണ്ടോ, സീലിംഗിൽ വരുന്നുണ്ട്. പിന്നെ സൈഡിലത്തെ ചുമര് ഫുള്ളും തന്നെ നമുക്ക് വാൾ ടൈൽ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് പോർഷനിൽ കൂടെ തന്നെയാണ് നമുക്കിത് മുകളിൽ ടെറസിലോട്ട് പോകാനൊക്കെ ഉള്ള വഴിയുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 76 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം ലോണാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 50,000 അല്ലെങ്കിൽ 50,000 പുറത്തോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള വീടാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.